ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് വ്യാഴാഴ്ച ദിവസം രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. സാധാരണ ദിവസം വർക്കിംഗ് ഡേയ്സിൽ ഞാൻ എഴുന്നേൽക്കുന്നത് 3:30 3:45 ടൈമോടുകൂടിയാണ്. ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിന് വേണ്ട പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പയറുകറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ചിന് വേണ്ട ചോറ്, ഉച്ചക്കത്തേക്കുള്ള മീൻകറി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പതിവ് പോലെ തന്നെ കിച്ചണിൽ കയറിയാൽ ആദ്യം ചെയ്യുന്ന പണി കുട്ടികൾക്ക് വേണ്ട കഞ്ഞി റെഡിയാക്കലാണ്. കഞ്ഞിക്ക് വേണ്ട പൊടിയരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും വെജിറ്റബിൾ കൂടി ആഡ് ചെയ്താണ് ഞാൻ കഞ്ഞി വയ്ക്കാറുള്ളത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കും. കഞ്ഞിയിൽ ഞാൻ ഓരോ ദിവസവും ഓരോ വെജിറ്റബിളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ ക്യാരറ്റ്, ബീട്രൂട്ട്, ഗ്രീൻ പീസ്, ബീൻസ് എന്നിവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വെജിറ്റബിൾ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. വെളുപ്പാങ്കാലത്ത് തന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കഞ്ഞി റെഡിയാക്കുന്നത്. അതാവുമ്പോൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് കഴിച്ചിട്ട് പോകാൻ പറ്റും. അവർക്കും കഴിക്കാൻ എളുപ്പം, നമുക്കും എളുപ്പമാണ്. അതുപോലെ നിർബന്ധിച്ച് കൊടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കുട്ടികളത് കഴിച്ചോളും. കുട്ടികൾ ഫുഡ് കഴിക്കാതെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷനല്ലേ. ഇതാവുമ്പോൾ ഒരു ടെൻഷനും വേണ്ട, കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോയിക്കോളും. 4:45 5 മണിയോടുകൂടി ഹസ്ബൻഡ് എഴുന്നേറ്റ് വരും. ഹസ്ബൻഡ് എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ ചായ റെഡിയാക്കും. ഹസ്ബൻഡ് രാവിലെ മസാല ടീ ആണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മസാല ടീ ആണ് രാവിലെ തന്നെ റെഡിയാക്കുന്നത്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാൻ പുട്ട് ചുടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട വറുത്തെടുക്കണം. ഹസ്ബൻഡ് ലഞ്ചിന് മീൻകറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു മുട്ട വറുത്തത് കൂടി ആകാമെന്ന് കരുതി. ഞാൻ രാവിലത്തെ പണികൾ മുഴുവൻ എളുപ്പപ്പണിയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാനിതിൽ സവാളയൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ക്രഷ്ഡ് ചില്ലി മാത്രം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ സുബഹി നമസ്കാരമൊക്കെ ലേറ്റായിട്ടാണ്. അതുകൊണ്ട് രാവിലത്തെ പണികൾ കുറച്ച് ഒതുക്കിയിട്ടാണ് നമസ്കരിക്കാൻ പോകാറുള്ളത്. കിച്ചണിലെ കുറച്ച് പണിയൊക്കെ ഒതുക്കി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് മോളെ ഞാൻ എഴുന്നേൽപ്പിക്കാറുള്ളത്. പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ആയതിൽ പിന്നെ ഏകദേശം 10 മിനിറ്റ് മുമ്പായിട്ട് തന്നെ ബസ് വരും കേട്ടോ. നേരത്തെ 6:05 ബസ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 5:55 ആകുമ്പോഴേക്കും ബസ് വരും. അതുകൊണ്ട് മോളെ ഒരു 5 മണി 5:15 തന്നെ എഴുന്നേൽപ്പിക്കും. ഹസ്ബൻഡിനുള്ള ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. ഇവിടെ സ്കൂളിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തുവിടുന്നത്. നോർമലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തുവിടാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കി കൊടുക്കാമെന്ന്. കുക്കറിൽ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ ഇത്. അതിനുവേണ്ടി കുക്കർ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇനി സവാള നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് സോട്ടായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് 1 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ വെജിറ്റബിൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസായിട്ട് ഞാനെടുത്തിരിക്കുന്നത് ബ്രൊക്കോളി,
ക്യാരറ്റ്, ബീൻസ് എന്നിവയാണ്. വെജിറ്റബിൾസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടി 1 കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് കൈമ റൈസിന് 1.25 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കേണ്ടത്. 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബോയിലാവണം. നന്നായി തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കറൊന്ന് ക്ലോസ് ചെയ്ത് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 1 വിസിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് പ്രഷർ ഫുള്ള് റിലീസാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് തന്നെ മോൾക്ക് വേണ്ട കഞ്ഞി ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പുട്ടും ചൂടാറാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മോൾക്ക് വേണ്ട ടിഫിൻ പാക്ക് ചെയ്യാം. ഫസ്റ്റ് ബ്രേക്കിന് വെജിറ്റബിൾ ബിരിയാണിയും സെക്കൻഡ് ബ്രേക്കിന് ഓറഞ്ചും ആണ് എടുത്തിരിക്കുന്നത്. ഇനി പ്രെയർ കഴിഞ്ഞിട്ട് വേണം മോളെ എഴുന്നേൽപ്പിക്കാൻ. മോളെ എഴുന്നേറ്റാൽ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് തീർക്കണം. കാരണം ബസ് വരാൻ പെട്ടെന്ന് തന്നെ സമയമാകും. മോള് ഫുഡൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ബസ് വരുന്ന ടൈം ആകുമ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. അങ്ങനെ മോളെ വിട്ടിട്ട് വന്ന് ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു വെച്ചു. മോളെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡിന് വേണ്ട പുട്ട് റെഡിയാക്കിയിരുന്നു. ഇനി എനിക്ക് കൂടി വേണ്ട പുട്ട് ചുട്ടെടുക്കണം. അതടുപ്പിൽ വെച്ചിട്ട് വേണം ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ആദ്യം മൂത്ത മോള് പോകും, പിന്നെ ഹസ്ബൻഡ് പോകും, പിന്നെയാണ് രണ്ടാമത്തെ മോള് പോകുന്നത്. രണ്ടാമത്തെ ആൾക്ക് 8:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. 8 മണിയാകുമ്പോഴേക്കും ബസ് വരും. ഇനിയാണ് മെയിൻ പരിപാടി. ഒരുപാട് പാത്രം കഴുകാനുണ്ടാകും ഈ സമയത്ത്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. പുതിയ റൂമിലേക്ക് ആയതിൽ പിന്നെ 10 മിനിറ്റ് മുമ്പ് തന്നെ മോൾക്ക് ബസ് വരും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ പാത്രം കഴുകലൊന്നും നടക്കില്ല. അവളെ വിട്ടിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ. ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്ന ടൈമായി. ഈ സമയത്ത് ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു റൂമിൽ വന്നതിൽ പിന്നെ താഴെ ആയതുകൊണ്ട് നല്ലൊരു വൈബാണ് കേട്ടോ രാവിലെയൊക്കെ പുറത്തിറങ്ങാൻ. ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ആളെ വിടാൻ ഒരുപാട് ടൈമുണ്ട്. അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും. 1 മണിക്കൂർ റിലാക്സ് ചെയ്തിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് രണ്ടാമത്തെ ആളെ എഴുന്നേൽപ്പിക്കുന്നത്. ഇപ്പോൾ മോളെ എഴുന്നേൽപ്പിച്ച് കുളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഞ്ഞി കൊടുക്കുകയാണ്. രാവിലത്തെ ഫുഡ് കഴിക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം. അത് കഴിപ്പിച്ച് വിടൽ വളരെ പണിയുള്ള പണിയാണ്. കഞ്ഞി കൊടുക്കുന്നതിനിടയിൽ കൂടെ മോൾക്ക് വേണ്ട ടിഫിനൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഈ വെജിറ്റബിൾ ബിരിയാണി മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മോൾക്ക് സ്കൂളിൽ പോകാനുള്ള വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മോളെ വണ്ടിയിൽ കയറ്റി വിട്ട ശേഷം വന്ന് പുറത്തൊന്ന് അടിച്ച് വരാമെന്ന് കരുതി. മൂന്നാമത്തെ ആൾ 10 മണി വരെ ഉറങ്ങും കേട്ടോ. അത് കാരണം ആ സമയം കൊണ്ട് എൻ്റെ എല്ലാ പണിയും ഞാൻ തീർത്ത് വെക്കും. മൂത്ത 2 ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഒറ്റയ്ക്കാണല്ലോ.
അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മളുടെ പുറകേ നടക്കും. അതുകൊണ്ട് ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അവൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ പണികളും ഞാൻ ഒരുവിധം തീർത്ത് വയ്ക്കും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.